ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു പ്ലാൻ ലവേഴ്സ്. ഇന്ന് രാവിലത്തെ നമ്മുടെ ഗാർഡനിലെ കുറച്ച് പൂക്കാഴ്ചകൾ കാണാം. ഇത് നമ്മൾ ഗ്രീൻ വാലി എന്ന് പറയുന്നത് 5 റോസ് 100 രൂപയ്ക്ക് അന്ന് ഒരിക്കൽ കൊട്ടാരക്കര പോയപ്പോൾ വാങ്ങിയതാ. റീപോർട്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനകത്തൊക്കെ നല്ല ഫ്ലവറായിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഓറഞ്ച് റോസാണ്. അത് കഴിഞ്ഞ് നാടൻ പെറ്റൂണിയ, സിംഗിൾ പെറ്റല്, ഹാങ്ങിങ് വിങ്ക, വൈറ്റ്. ഇത് നമ്മുടെ ഒരു യെല്ലോ കളറ് റോസ്. ആദ്യം നല്ല യെല്ലോ, പിന്നെ ലൈറ്റ് കളറാവും, പിന്നെ അത് വൈറ്റ് ആവും. അങ്ങനെ 3 കളറിൽ വരുന്ന ഒരു യെല്ലോ റോസാണ്. നിറച്ച് മുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന. ഇതും ഒരു ഓറഞ്ച് റോസ. വിരിഞ്ഞിട്ട് 2 ദിവസമായി. പാടാൻ തുടങ്ങി പെറ്റൽസൊക്കെ. പിന്നെ ഡെയ്സി, ഓർക്കിഡ് റോസ്, ഡെയ്സി നല്ലതായിട്ട് ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്ന. പിന്നെ ഇതും പുതിയൊരു ഹാങ്ങിങ് വിങ്കയാണ്. വൈറ്റിനകത്ത് നടുക്ക് പിങ്ക് കളർ പോലെ വരുന്നത്. ഇത് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൻ റോസാണ്. നിറച്ച് മുട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. രാവിലെ പൂക്കളുടെ അടുത്തോട്ട് തേനീച്ചകളൊക്കെ ഇഷ്ടം പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു നമ്മുടെ ഓർക്കിഡ് സുന്ദരി നിറച്ചും പൂവായിട്ടിങ്ങനെ കിടക്കുക. പിന്നെ നമ്മുടെ ഒരു അഡീനിയം, അതിനകത്ത് നല്ലതുപോലെ മുട്ടൊക്കെ ഇട്ട് ഫ്ലവർ ആവാൻ റെഡി ആയിട്ട് നിൽക്കുന്ന. പിന്നെ ഒരു ജറബറക്കുട്ടി. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഇഷ്ടം പോലെ ഫ്ലവറായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുക. ഓക്കെ, എന്ത് ഭംഗിയോടുകൂടിയാണ് നിൽക്കുന്നതെന്ന്. സാൽമൺ ഡസ്റ്റ്, എല്ലാത്തിനകത്തും നല്ല ഫ്ലവറുണ്ട്. ഇത് നമ്മുടെ ഡബിൾ പെറ്റൽ ചൈനീസ് ബോൾസം. ഓക്കെ, നല്ലതുപോലെ മുട്ടൊക്കെയായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുക. ഇഷ്ടംപോലെ മുട്ട് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെ നിൽക്കുക എല്ലാം. ഇഷ്ടംപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുക. നമ്മുടെ കാലാവസ്ഥയിൽ നല്ലതുപോലെ ചൈനീസ് ബോൾസൊക്കെ ഇപ്പോൾ പിടിച്ച് കിട്ടുന്നുണ്ട്. ഡബിൾ പെറ്റലായാലും സിംഗിൾ പെറ്റലായാലും ഹൈബ്രിഡ് വെറൈറ്റികളെല്ലാം നമുക്ക് ഒപ്പം പിടിച്ച് നല്ലതുപോലെയൊക്കെ വരുന്നുണ്ട്. ഒരു ബൊഗൈൻ വില്ല നമ്മുടെ, അതിനകത്തും നല്ലതുപോലെ പൂവൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന മിനിയേച്ചർ ബോൾസമാണ്. ഇത് നമ്മുടെ മഞ്ഞക്കുട്ടി, മഞ്ഞ ഗ്രൗണ്ട് ഓർക്കിഡ്. നല്ല ഇവിടുന്നും അടുത്തേത് പൊട്ടി വരുന്നുണ്ട്. ഇതും വേറൊരു സൈസ് ഗ്രൗണ്ട് ഓർക്കിഡാ. എല്ലാത്തിനകത്തും ഫ്ലവറൊക്കെ ഉണ്ട്, നല്ലതായിട്ട് തന്നെ നിൽക്കുന്നു. ഇത് പെൻഡാസ്. ഈ ഭാഗത്തൊക്കെ പെൻഡാസ് എല്ലാത്തിനകത്തും ഫ്ലവർ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് മഴ ചാറിയപ്പം കൊഴിഞ്ഞു പോയതാ. പിന്നെ ഒരു ബിഗോണിയ. ഇത് ഡബിൾ പെറ്റല് ബോൾസവാ. ഇപ്പം സിംഗിൾ പെറ്റലായിട്ടാണ് അത് വിരിയുന്നത്. ചിലപ്പം ഇടയ്ക്ക് ഡബിൾ പെറ്റൽ വരുന്നത് കാണാം. ഇത് വെറിഗേറ്റഡ് ലീഫിലെ ഒരു ബോൾസം. അത് ഇതിൻ്റെ അടുത്ത് നിന്ന് ഇതിനും കൂടി ഇപ്പോൾ ഒരു കളർ വ്യത്യാസം, വൈറ്റ് ആയിരുന്നു, ഒരു പിങ്ക് റോസ് കളറ് വരുന്നുണ്ട്. ഇത് മിനിയേച്ചർ ബോൾസവാ, ഡബിൾ ഷെയ്ഡ് വരുന്നത്. ഇത് നല്ലൊരു കളറാണ്. വെറിഗേറ്റഡ് ലീഫിനകത്ത് നല്ല ഓറഞ്ച് കളറ്. ഇത് നമ്മുടെ ഒരു ബൊഗൈൻ വില്ലയാണ്.
ചെറിയൊരു കമ്പ്, അതിനകത്ത് നല്ലതുപോലെ ഫ്ലവർ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഫെലനോപ്സിസ് വൈറ്റ്, ഇഷ്ടം പോലെ ഉണ്ട്. യെല്ലോയ്ക്കകത്ത് വേറൊരു കളർ വരുന്ന ഒരു ഡെൻഡ്രോബി ഓർക്കിഡ്. പിന്നെ കുറച്ച് അഗ്ലോണിമാസ്, പിന്നെ കുറച്ച് കലേഡിയം, ഇത് നമ്മുടെ മിനിയേച്ചർ ബോൽസവ. ഇതൊരു സ്റ്റാൻഡിനകത്ത് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ശരിക്കും അങ്ങ് പൂ പിടിക്കും. നല്ല ഇഷ്ടം പോലെ ബ്രാഞ്ചസ് വരും, ശരിക്കും പൂവായിരിക്കും, എപ്പോഴും പൂവായിരിക്കും. ഈ മിനിയേച്ചർ ബോൾസത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഹാങ്ങിങ് ബോർഡിനകത്ത് സെറ്റ് ചെയ്തേക്കുക. അത് നല്ല ബുഷിയായിട്ട് വളരുന്നതുകൊണ്ട് ഹാങ്ങിങ് ബോർഡിനകത്ത് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ലെൻഡാന പ്ലാന്റ്, നല്ല ഇഷ്ടം പോലെ ഫ്ലവറായിട്ട് നിൽപ്പുണ്ട്. നോക്കേ, ഒക്കെ ആയി നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ചെമ്പരത്തി, നാടൻ ചെമ്പരത്തി. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഗാർഡനിലെ പൂക്കാഴ്ചകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ, ഓക്കെ, ബൈ ബൈ.